നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ട്രാഫിക് സിഗ്നലിൽ നമ്മൾക്ക് വാഹനം നിർത്തിയിട്ട് പ്രോപ്പറായിട്ട് എങ്ങനെ എടുക്കാം, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള വിഷയത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പം നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റിലെ തന്നെ സിഗ്നൽ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ വാഹനം സ്ലോ ചെയ്ത് തുടങ്ങുക. പയ്യെ സ്ലോ ചെയ്ത് നമ്മുടെ സിഗ്നൽ അടുക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എവിടെ നിർത്തേണ്ടത് ആ പോയിൻ്റ് ആകുമ്പോൾ നമ്മൾ ബ്രേക്ക് അമർത്തുക. ബ്രേക്ക് അമർത്തി ബ്രേക്ക് ആൻഡ് ക്ലച്ച് ഫുള്ളായിട്ട് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വാഹനം ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. ഇനിയിപ്പോൾ നമുക്ക് ന്യൂട്രൽ വേണമെങ്കിലും ഇടാം, പക്ഷേ ഫസ്റ്റ് ഗിയറിലാണ് ഞാനിവിടെ വാഹനം ഇട്ടിരിക്കുന്നത്. ഫസ്റ്റ് ഗിയറിലിട്ടു. ഇനിയിപ്പോൾ സിഗ്നൽ കുറച്ചേറെ നേരം നമ്മൾക്ക് നിർത്തി ഇടേണ്ടതാണ്. അങ്ങനത്തെ ഒരു സിഗ്നലാണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ചെയ്ത് വെക്കുക. ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഫുഡ് ബ്രേക്ക് റിലീസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫുഡ് ബ്രേക്ക് ആവശ്യമില്ലാതെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാഹനം ന്യൂട്രലാക്കിയാൽ നിങ്ങൾക്ക് ക്ലച്ചിൽ നിന്ന് നമുക്ക് കാലെടുത്തിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഫസ്റ്റ് ഗിയർ തന്നെയാണ് വാഹനം വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾക്ക് സിഗ്നൽ ക്ലിയർ ആകുമ്പോൾ നമ്മൾക്ക് എടുക്കാൻ കുറച്ചുകൂടെ വേഗത്തിൽ നമുക്ക് വാഹനം എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ വാഹനം ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ക്ലച്ച് ചെയ്യാൻ ഫുള്ളായിട്ട്, ഹാഫ് ക്ലച്ച് അല്ല, ഫുള്ളായിട്ട് ക്ലച്ച് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സിഗ്നൽ ക്ലിയർ ആവുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ബ്രേക്ക് അമർത്തിയിട്ട് ഹാൻഡ് ബ്രേക്ക് ഡൗൺ ചെയ്തു. ക്ലച്ച് ഫുള്ള് പ്രസ് ചെയ്തിരിക്കുകയാണ്. വാഹനം ഓൾറെഡി ഫസ്റ്റ് ഗിയറിലാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ പയ്യെ ക്ലച്ച് റിലീസ് ചെയ്ത് വാഹനത്തിലൊരു വൈബ്രേഷൻ വരും. അതായത് ഹാഫ് ക്ലച്ച് പോയിന്റിലേക്ക് ഞാൻ വാഹനത്തിനെ കൊണ്ടുപോകും. ഹാഫ് ക്ലച്ച് പോയിൻ്റ് ആയതിനു ശേഷം ഞാൻ ഫുഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് പയ്യെ ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ട് ക്ലച്ച് ഞാൻ റിലീസ് ചെയ്യും. അപ്പം നമുക്ക് വാഹനം ഫ്രണ്ടിലേക്ക് പോകാൻ തുടങ്ങും. പിന്നെ സ്പീഡിനനുസരിച്ച്, ഇപ്പോൾ ഫസ്റ്റ് ആയിരുന്നു, വാഹനത്തിൻ്റെ സെക്കൻഡ് ഗിയറിലേക്ക് ഞാൻ വാഹനം ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾക്ക് വാഹനത്തിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ ഫർദർ ഗിയർ അപ്പ് ഷിഫ്റ്റ്, കുറയുന്നതിനനുസരിച്ച് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വാഹനം ഫസ്റ്റ് ഗിയറിൽ വെക്കുക. ഇപ്പോൾ സിഗ്നൽ കുറച്ച് ഏറെ നേരം ഉള്ളതാണ്, അതായത് കുറച്ച് ടൈമർ പോലെയുണ്ട്, അല്ലെങ്കിൽ ഏറെ ബ്ലോക്കൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വാഹനത്തിനെ either നിങ്ങൾ ന്യൂട്രൽ ആക്കുക അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയർ ആക്കുക. എന്നിട്ട് ക്ലച്ച് ഫുള്ള് പ്രസ് ചെയ്യുക, ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാതെ ബ്രേക്ക് പ്രസ് ചെയ്യേണ്ട വരത്തില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്ലച്ചും കൂടെ ഫുള്ളായിട്ട് റിലീസ് ചെയ്യണം, അങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ വാഹനത്തിനെ ന്യൂട്രലാക്കുകയാണെങ്കിൽ നമുക്ക് അതായത് ക്ലച്ചും ബ്രേക്കും നമുക്ക് റിലീസ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഫുഡ് ബ്രേക്ക് ഫുള്ളായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. വാഹനം ഇൻ കേസ് ഫസ്റ്റ് ഗിയറിലല്ല എങ്കിൽ ക്ലച്ച് ഫുൾ പ്രസ് ചെയ്ത് ഫസ്റ്റ് ഗിയറിലേക്ക് ആക്കുക. അതിനുശേഷം നിങ്ങൾ പയ്യെ ക്ലച്ച് റിലീസ് ചെയ്യുക. വാഹനത്തിന് ഹാഫ് ക്ലച്ച് പോയിൻ്റ് ആകുമ്പോൾ വാഹനത്തിലൊരു വൈബ്രേഷൻ വരും. വാഹനം ഫ്രണ്ടിലേക്ക് പുള്ളാവാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. ആ പോയിൻ്റ് വരുമ്പോഴേ നിങ്ങൾ ഫുഡ് ബ്രേക്ക് റിലീസ് ചെയ്യാവും. എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം എടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ വാഹനം സിഗ്നലിൽ നിർത്തിയിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ഇതിന് എടുക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഫർദർ വീഡിയോസും നമുക്ക് ഈ ടോപ്പിക്കിൽ തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിതേപോലത്തെ മറ്റൊരു ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടതിന് വളരെയേറെ നന്ദി. നമസ്കാരം.